പനി പിടിച്ചിരിക്കുന്ന സമയത്ത് ബിരിയാണി, മന്തി, ഐസ്ക്രീം അങ്ങനെ പല പല ഐറ്റംസ് കഴിക്കാൻ കൊതിയുള്ള ആൾക്കാർ കാണും എന്നെ പോലെ. ഇതിൻ്റെ രുചി അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ മണം അറിയാൻ പറ്റത്തില്ല, പക്ഷേ ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം കൊണ്ട് ബീഫ് ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കുറച്ച് മണവും രുചിയും കിട്ടിയപ്പോൾ ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബീഫെല്ലാം മഞ്ഞപ്പൊടിക്കകത്ത് കഴുകി വൃത്തിയാക്കി കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ കരിയാപ്പല, ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെള്ളം ഒഴിച്ചില്ല അടുപ്പത്ത് വെച്ചേ. ജീരകശാല അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 20 മിനിറ്റ് ഞാൻ അത് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചേ. 1 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. പാത്രം അടുപ്പത്തിട്ട് വെച്ചപ്പോഴത്തേക്ക് കരിഞ്ഞു പോയായിരുന്നു. പിന്നെ അതിൽ നെയ്യ് ഒഴിച്ച് പെരിഞ്ചീരകവും പട്ടയൊക്കെ കൂടെ വഴറ്റിയിട്ടാണ് അരി ഞാൻ അതിനകത്ത് ഇട്ടത് വെള്ളത്തിനകത്ത്. അരി എന്തായാലും നല്ലപോലെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിൽ നെയ്യും ഓയിലും കൂടെ ഒഴിച്ചിട്ട് അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വഴറ്റി അതിലോട്ട് കുറച്ച് സവാള ഇട്ട് നല്ലപോലെ വഴറ്റി പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ട് വഴറ്റിയിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, പിന്നെ തൈര്, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വഴറ്റി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുത്തിട്ട് വേവിച്ച് വെച്ചിരുന്ന ബീഫ് വെള്ളമില്ലാതെ അതിലോട്ട് തട്ടിയിട്ടേ. അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ലാസ്റ്റ് അധികം വന്ന കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചത്. പിന്നെ അതെല്ലാം നല്ലപോലെ വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന സമയപ്പോൾ കുറച്ചെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചേ. ഇടയ്ക്ക് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നു. അതിൽ കുറച്ചെടുത്ത് ബീഫിനകത്തോട്ട് ഇട്ടായിരുന്നു. പൈനാപ്പിൾ അരിഞ്ഞ് വെച്ചായിരുന്നു. പിന്നെ ചോറെടുത്ത് കുറച്ച് ആദ്യത്തെ ലെയറിലെല്ലാം തട്ടിയിട്ടിട്ട് സെറ്റാക്കി വെച്ചേ. പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് ഒനിയനും കടച്ചക്കയൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ രണ്ടാമത്തെ ലെയറിൽ എടുത്ത് വെച്ച ബാക്കി ബീഫ് ഇട്ട് അതിൻ്റെ മുകളിൽ ചോറൊക്കെ ഇട്ട് പിന്നെ ഒനിയനും അണ്ടിപ്പരിപ്പ് മുന്തിരിയും കടച്ചക്കയും എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചായിരുന്നു. പിന്നെ കളറിന് വേണ്ടി ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കി അതും ഒഴിച്ചേ. പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് അതിന് ചുറ്റും നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേറൊരു പാത്രത്തിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഗ്യാസേൽ തീ കുറച്ചൊരു 30 മിനിറ്റ് അടച്ച് വെച്ചേ. അത് കഴിഞ്ഞ് ആ ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് കുറച്ചെടുത്തൊരു പാത്രത്തിനകത്തോട്ടിട്ട് ചെറിയൊരു മണം മൂക്കിലോട്ടടിച്ച് ആഹാ സൂപ്പറായിരുന്നെന്ന് മക്കളും അമ്മയും ചേട്ടനും എല്ലാവരും പറഞ്ഞു. അപ്പോൾ അത്രയുള്ളേ.